മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +2 സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യ 2 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോസ് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞത് ജെനറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജെനറ്റിക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസുകൾ നമ്മൾ പറഞ്ഞു. ദെൻ ഗ്രിഗർ മെൻഡൽ നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹം സെലക്ട് ചെയ്ത സ്പെസിമിനെ കുറിച്ചും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ക്രോസുകൾ പറഞ്ഞുകൊണ്ടാണ്. ഫസ്റ്റ് വൺ ഈസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് നോക്കാം. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒറ്റ ക്യാരക്ടർ അല്ലെങ്കിൽ വൺ ജീൻ, ഏതെങ്കിലും ഒരു ജീന് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു ജനറേഷനിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാനാണ് ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ it is to study the inheritance of one gene or one character. അതായത് ഏതെങ്കിലും ഒരു ഒറ്റ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ജീന് ഒരു ജനറേഷനിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പഠിക്കാനാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ഇദ്ദേഹം ചെയ്യുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസ് is to study the inheritance of one gene or one character and it is the simplest cross by Mendel. അതായത് ഗ്രിഗർ മെൻഡൽ നടത്തിയ ക്രോസുകളിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്രോസ് ആണ് ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നുള്ളതിനൊരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കണം. അപ്പോൾ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ക്രോസ് ഇൻവോൾവിംഗ് ടു ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരിക്കൽ കൂടി പറയാം, എ ക്രോസ് ഇൻവോൾവിംഗ് ടു ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. അതായത് ഏതെങ്കിലും ഒരു ഒറ്റ ക്യാരക്ടറിന്റെ 2 ഫോംസ് തമ്മിൽ നടത്തുന്ന ക്രോസിനെയാണ് എന്ത് പറയുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. എന്താന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഒറ്റ ക്യാരക്ടർ അല്ലെ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ആ ഒരു ക്യാരക്ടർ നമുക്ക് ഹൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഹൈറ്റ്, ഓക്കെ. ഏതെങ്കിലും ഒരു ഒറ്റ ക്യാരക്ടർ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിന്റെ 2 ഫോംസ് ഏതൊക്കെയായിരുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2 ഫോംസ് ഏതൊക്കെയാണ്, ടോളും അതുപോലെ തന്നെ ഡോർഫും അല്ലെ. ടോളും ഡോർഫും ആണ് 2 ഫോംസ്. അപ്പോൾ ഇത് തമ്മിൽ നടത്തുന്ന ക്രോസിനെയാണ് എന്ത് പറയുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രോസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്രോസ് ഇൻവോൾവിംഗ് 2 ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ അല്ലെ. അതായത് ഒരു സിംഗിൾ ക്യാരക്ടറിന്റെ 2 ഫോംസ് അത് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസ് ആണ് എന്ത്, മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടറിന്റെ 2 ഫോംസ് ആണ് ടോളും ഡോർഫും. ഓക്കെ, ഇത് തമ്മിൽ നടത്തുന്ന ക്രോസിനെയാണ് എന്ത് പറയുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ ഗ്രിഗർ മെൻഡൽ എന്ത് ചെയ്തു, ഒരു പ്ലാന്റിനെ ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്തു, ദെൻ ഡോർഫിനെ മെയിൽ ആയിട്ടും കൺസിഡർ ചെയ്തു. ഓക്കെ, അതായത് ടോൾ ആയിട്ടുള്ള പീ പ്ലാന്റിനെ ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്തു, ഡോർഫ് ആയിട്ടുള്ള പീ പ്ലാന്റിനെ മെയിൽ ആയിട്ടും കൺസിഡർ ചെയ്യാണ്. ദെൻ ഇവ തമ്മിൽ ക്രോസ് ചെയ്തു, ഉണ്ടായിട്ടുള്ള പ്രോജനിയെ F1 ജനറേഷൻ എന്ന് പറയാം. അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് വഴി ഉണ്ടാവുന്ന ഹൈബ്രിഡ്സിന് എന്ത് പറയാം, മോണോ ഹൈബ്രിഡ് എന്ന് പറയാം അല്ലെ. ആ ഒരു ജനറേഷനെ F1 ജനറേഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ തലമുറ ഉണ്ടായി, F1 ജനറേഷൻ അല്ലെങ്കിൽ ഫിലിയൽ ജനറേഷൻ എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത, ഇതിലെല്ലാം എന്തായിട്ട് മാറി, ടോൾ പ്ലാന്റ് ആയിട്ട് മാറി. എല്ലാം ടോൾ പ്ലാന്റ് ആയിട്ട് മാറി. അതായത് ഈ ഒരു ക്യാരക്ടർ മാത്രമാണ് ഫസ്റ്റ് ജനറേഷൻ കാണിച്ചത്. ഡോർഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പോലും അവിടെ ഫോം ചെയ്തിട്ടില്ല. അപ്പോ ആദ്യത്തെ ജനറേഷൻ എന്തായിരുന്നു, എല്ലാ പ്ലാന്റ്സും ടോൾ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് സെൽഫ് ക്രോസിംഗ് ആണ് അല്ലെങ്കിൽ സെൽഫിംഗ് ആണ്. അപ്പോൾ സെൽഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫിംഗ് ആണ് അദ്ദേഹം പിന്നീട് ചെയ്തത്. സെൽഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ആ ഒരു ജനറേഷൻ F1നെ F1നോട് തന്നെ ക്രോസ് ചെയ്യാണ്. ഓക്കെ, അതായത് F1ൽ ഏതാ വന്നിട്ടുള്ളത്, ടോൾ ആണ് അല്ലെ. അപ്പോ ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ അതിനോട് തന്നെ ക്രോസ് ചെയ്യാണ്. അതിനാണ് എന്ത് പറയുന്നത്, സെൽഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായി, അടുത്ത ഒരു ജനറേഷൻ ഉണ്ടായി. ആ ജനറേഷൻ എന്ത് പറഞ്ഞു, ആ ജനറേഷന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അതായത്
3:1 റേഷ്യോയില് ആര് വന്നു? 3:1 റേഷ്യോയില് ആര് വന്നു? ടോളും ഡോർഫും വന്നു അല്ലേ? ടോൾ പ്ലാന്റും വന്നു, ഡോർഫ് പ്ലാന്റും വന്നു. ഏത് റേഷ്യോയിലായിരുന്നു? 3:1 റേഷ്യോയിലായിരുന്നു. ഓക്കെ, അതായത് ഇതേ ടോൾ പ്ലാന്റിന് അതിനോട് തന്നെ ക്രോസ് ചെയ്യുന്നതിനാണ് സെൽഫിംഗ് എന്ന് പറയുന്നത്. അതില് ഉണ്ടായ പ്രോജനി അതിനെ നമ്മൾ എന്ത് പറയാം? F2 ജനറേഷൻ എന്ന് പറയാം അല്ലെ? F2 ജനറേഷൻ എന്ന് പറയാം. F2 ജനറേഷന്റെ പ്രത്യേകത അതില് ടോൾ പ്ലാന്റും വന്നു, ഡോർഫ് പ്ലാന്റും വന്നു. ടോൾ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളതിന്റെ 3/4 ഭാഗം ടോൾ പ്ലാന്റ് ആയിരുന്നു, ബാക്കി വരുന്ന ഭാഗം ഒരു 1/4 ഭാഗം വന്നത് ഡോർഫ് പ്ലാന്റ് ആയിരുന്നു. അതായത് ഇപ്പൊ ഒരു 100 പ്ലാന്റ്സ് ആണ് F2 ജനറേഷനിൽ ഫോം ചെയ്തതെന്ന് വിചാരിക്കുക. അതില് 75 പ്ലാന്റ്സും എന്ത് കാണിച്ചു? ടോൾ എന്നുള്ള കണ്ടീഷൻ കാണിച്ചു. ദെൻ 25 പ്ലാന്റ്സ് ഡോർഫ് എന്നുള്ള കണ്ടീഷൻ കാണിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത് നോക്കാം. F1 ജനറേഷനിൽ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് വന്നത്. എന്നാൽ F2 ജനറേഷനിൽ ടോളും വന്നു, ഡോർഫും വന്നു. അപ്പോൾ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു ഇവിടെ നിന്നും F1 ജനറേഷൻ വഴി F2 ജനറേഷൻ എത്തുമ്പോഴേക്കും എന്തോ ഒരു കാര്യം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം അതിനെ എന്തു പേരിട്ടു? ഫാക്ടർ എന്ന് പറഞ്ഞു അല്ലെ? ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫാക്ടറിനെ നമ്മളിപ്പോ പറയുന്നത് ജീൻ എന്നാണ്. ഓക്കെ, അതായത് അന്ന് ജസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു, അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫോ ഒന്നും നൽകിയില്ല. ഫാക്ടർ ആണ് ഇവിടെ നിന്ന് F2 ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം നിർത്തി. ഇനി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് എന്ത്? മോണോഹൈബ്രിഡ് ക്രോസ് അല്ലെ? അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ 2 ഫോംസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇനി വേറെ ഉണ്ട് ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഫ്ലവർ കളർ അല്ലെ? ആ ഒരു ഫ്ലവർ കളർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ 2 ഫോംസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയായിരുന്നു? വൈറ്റും വയലറ്റും. അത് തമ്മിൽ നടത്തുന്ന ക്രോസ്, അതും മോണോഹൈബ്രിഡ് ക്രോസ് തന്നെയാണ്. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം, എന്ത് ക്രോസ് ആയിരുന്നു? ഒരു ക്യാരക്ടറിന്റെ 2 ഫോംസ്. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, അതിന്റെ 2 ഫോംസ്. ഒരു ക്യാരക്ടറിന്റെ 2 ഫോംസിന്റെ ഇടയിൽ നടക്കുന്ന ക്രോസ് ആണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. മോണോഹൈബ്രിഡ് ക്രോസ് ജനറ്റിക് ഫോമിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതായത് മോണോഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗാർഡൻ പീ പ്ലാന്റ് ആണ്. ഗാർഡൻ പീ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമോസൈഗസ് ആണ്, അല്ലെങ്കിൽ പ്യുവർ ലൈൻ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലെ? ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് എങ്ങനെയാ എഴുതാൻ നോക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ ഫീനോടൈപ്പ് ആണ് എഴുതേണ്ടത്. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ക്യാരക്ടറിന്റെ, ഇവിടെ മോണോഹൈബ്രിഡ് ക്രോസ് അല്ലേ, അപ്പോൾ ഒരു ക്യാരക്ടർ അല്ലേ വരുന്നത്. ആ ഒരു ഒറ്റ ക്യാരക്ടറിന്റെ 2 വാരിയൻസ് ഏതൊക്കെയായിരിക്കും വരിക? ടോളും ഡോർഫും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീനോടൈപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ടോൾ, ഡോർഫ്. ഈ ഒരു പ്ലാന്റിനെ ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്തു, ഡോർഫ് പ്ലാന്റിനെ മെയിൽ ആയിട്ടും കൺസിഡർ ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടത് ഇതിന്റെ ജീനോടൈപ്പ് ആണ്. അപ്പോൾ ടോളിന്റെ ജീനോടൈപ്പ് ഏതാ എഴുതുക? ടോൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി. അടുത്തത് ഏത് വരും? ക്യാപിറ്റൽ ടി തന്നെ വരും. കാരണം എന്താ? ഇത് ഹോമോസൈഗസ് ആണ്. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരുപോലെ വരുന്നതാണ് ഹോമോസൈഗസ്. ടോളിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി എഴുതാം അല്ലെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നും എഴുതാം. പക്ഷെ ഇവിടെ അത് എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞു? ഹോമോസൈഗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോമോസൈഗസ് ഇതെന്താണ്? അത് ഹെറ്ററോസൈഗസ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. എങ്ങനെ എഴുതാം നമുക്ക്? ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. ദെൻ ഡോർഫിന്റെ ജീനോടൈപ്പ് എങ്ങനെ എഴുതാം? ഡോർഫിന്റെ ജീനോടൈപ്പ് സ്മോൾ ടി എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ ഗ്യാമീറ്റ്സ് ആണ്. ഓക്കെ, ഇതിന്റെ ഗ്യാമീറ്റ്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ സൈഡിൽ എഴുതുക, ഗ്യാമീറ്റ്സ് എന്ന് എഴുതുക. ഓക്കെ, ഗ്യാമീറ്റ്സ്. എങ്ങനെയാ ഗ്യാമീറ്റ്സ് വരിക നോക്കാം. എല്ലാ ടോൾ പ്ലാന്റിലും ക്യാപിറ്റൽ ടി മാത്രമാണ്, ഈ ഒരു ക്യാപിറ്റൽ ടി എന്നുള്ള അലീൽ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അതായത് എല്ലാ അലീൽസും ക്യാപിറ്റൽ ടി തന്നെയാണ്. അപ്പോൾ ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തെഴുതുമ്പോൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ ഡോർഫ് പ്ലാന്റിലും സ്മോൾ ടി പറഞ്ഞാൽ സ്മോൾ ടി മാത്രമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഗ്യാമീറ്റിൽ നമുക്ക് എന്തെഴുതാം? സ്മോൾ ടി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യാണ്. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് ഓർക്കുന്നുണ്ടായിരിക്കും, ഇത് ആരായിരുന്നു? ഇത് ഫീമെയിൽ ആണ് അല്ലേ? ഇത് മെയിൽ ആണ് അല്ലേ? ഇത് ഫീമെയിലും ഇത് മെയിലും ആണ്. അപ്പൊ എന്താ ചെയ്തത്? ഈ ഒരു മെയിലിന്റെ
ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് എങ്ങോട്ട് കൊടുക്കുകയാണ്? ഇവിടെ ഫീമെയിലിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ഇവിടെ മെയിലിന്റെ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് ഫീമെയിലിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ക്രോസിംഗ് നടന്നു. ഉണ്ടായിട്ടുള്ള പ്രോജനി ഏതായിരിക്കും വരിക? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ള ഹൈബ്രിഡ് ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ പറഞ്ഞു F1 ജനറേഷൻ ഫോം ചെയ്തു. അതില് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നാണ് വന്നത്. നമുക്കറിയാം ക്യാപിറ്റൽ ടി ആണ് ഡോമിനന്റ് അല്ലെ? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതാണ് ഡോമിനന്റ് ക്യാരക്ടർ അല്ലെ? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതാണ് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ. അതായത് ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പുറമേക്ക് കാണിക്കുന്ന ക്യാരക്ടർ. ദെൻ സ്മോൾ ലെറ്ററിൽ എഴുതുന്നതാണ് റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ, അതായത് സപ്രസ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടർ, ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നു. ഇതെന്തായിരിക്കും? ടോൾ ആണ് അല്ലെ? അപ്പൊ F1 ജനറേഷനിൽ എന്ത് ഫോം ചെയ്തു? ടോൾ പ്ലാന്റ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് സെൽഫിംഗ് ആണ്. അതായത് F1 ജനറേഷനിലെ പ്രോജനിയെ അതിനോട് തന്നെ ക്രോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതിനെ എന്തുമായിട്ട് ക്രോസ് ചെയ്തു? ക്യാപിറ്റൽ ടി സ്മോൾ ടിയുമായിട്ട് ക്രോസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ഇതിന്റെ ഗാമീറ്റ്സ് ആണ് എഴുതുന്നത്. ഗാമീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ഇട്ടിട്ടാണ് ഗാമീറ്റ്സ് എഴുതാറുള്ളത്. ഇവിടെ ഒന്നും പോയിട്ട് റൗണ്ട് ഇട്ട് എഴുതരുത്. ഗാമീറ്റ് എഴുതുമ്പോൾ മാത്രമാണ് റൗണ്ടിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗാമീറ്റ്സ് നമുക്ക് എഴുതാം. ഇവിടെ ഗാമീറ്റ് എഴുതിയപ്പോൾ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ ഒരൊറ്റ ഒന്നാണ് നമ്മൾ എഴുതിയത് അല്ലെ? ഒരു ഗാമീറ്റ് ആണ് എഴുതിയത്. പക്ഷെ ഇവിടെ എന്താണ്? രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ? ഹെറ്ററോസൈഗസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഗാമീറ്റും നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, ഇവിടെയും നമ്മൾ രണ്ട് ഗാമീറ്റും എടുത്തെഴുതി. ഇനി നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടിയും അപ്പൊ എന്ത് വന്നു? ക്യാപിറ്റൽ ടി വന്നില്ലേ? ഇനി ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ സ്മോൾ ടി, അതായത് ഈ ഒരു സ്മോൾ ടിയെ ഈ ക്യാപിറ്റൽ ടി ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു. അത് സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതരുത്, ക്യാപിറ്റൽ ലെറ്റർ ആണ് ആദ്യം എഴുതേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ സ്മോൾ ടിയെ ഈ സ്മോൾ ടിയോ ആയിട്ട് ക്രോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് വന്നു? സ്മോൾ ടി എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ ടി എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? ടോൾ ആണ് അല്ലെ? ടോൾ ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്തായിരുന്നു? ടോൾ ആണ്. ദെൻ ഇവിടെ വന്നു ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതും എന്താണ്? ടോൾ തന്നെയാണ് അല്ലെ? ടോൾ ആണ്. ഇവിടെ സ്മോൾ ടി വന്നു, അതെന്താണ്? ഡോർഫ് ആണ് അല്ലെ? ഡോർഫ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോ ഇവിടെ 3 ടോൾ പ്ലാന്റ് വന്നിട്ടുണ്ട്. 1, 2, 3 അങ്ങനെ 3 ടോൾ പ്ലാന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഡോർഫ് പ്ലാന്റും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്തായിരുന്നു? 3:3 ടോൾ then 1 ഡോർഫ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതായത് ടോട്ടൽ ഉണ്ടായതിൽ 3/4 ഭാഗവും ടോൾ പ്ലാന്റ് ആയി, വെറും 25% മാത്രം, ഒരു 1/4 ഭാഗം മാത്രം ഡോർഫ് പ്ലാന്റ് ആയിട്ട് മാറി. 3:1 എന്നുള്ള റേഷ്യോയിലാണ് വന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് 3:1, അതായത് ഫീനോട്ടിപ്പിക് റേഷ്യോ, മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് 3:1. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഈ ഒരു F1 ജനറേഷനെ എന്താ ചെയ്തത്? സെൽഫിംഗ് ആണ് ചെയ്തത്. എന്നിട്ട് അതിന്റെ ഗാമീറ്റ്സ് എഴുതി, ദെൻ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് 3 ടോൾ പ്ലാന്റും ഒരു ഡോർഫ് പ്ലാന്റും ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? 3:1 എന്നുള്ള റേഷ്യോയിൽ എഴുതാം. അപ്പോൾ ഈ ഒരു 3:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് എന്ത് പറയാം? ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയാം. ഫീനോട്ടിപ്പിക് റേഷ്യോ, മാറിപ്പോവരുത്, ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞത്? അതിന്റെ ക്യാരക്ടർ ആണ് അല്ലെ? ആ ഒരു പുറമേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. 3 എണ്ണം ടോൾ എന്ന് പറയുന്ന ഇതാണ് കാണിച്ചത്, ഒരെണ്ണം എന്താ കാണിച്ചത്? ഡ്വാർഫ് ആണ്. അപ്പോൾ ആ ഒരു ഫീനോടൈപ്പ് ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ് ഈസ് 3:1. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ
ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താണ് മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ, അതുപോലെ തന്നെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്നൊന്ന് നോക്കാം. F2 ജനറേഷനിൽ കിട്ടിയിട്ടുള്ള പ്രോജനികളെയാണ് നമ്മളിവിടെ ഒന്ന് എഴുതിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ക്രോസ് ചെയ്തപ്പോൾ F2 ജനറേഷനിൽ കിട്ടിയത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദെൻ സ്മോൾ ടി സ്മോൾ ടി, അങ്ങനെയാണ് കിട്ടിയത് അല്ലേ. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും എഴുതേണ്ടത്. ആദ്യം നമുക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോ എഴുതാം. നേരത്തെ പറഞ്ഞിരുന്നു 3:1 എന്നുള്ളതാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ. അതെങ്ങനെയാണ് വന്നത്? ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫിനോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറാണ് അല്ലേ, പുറമേക്ക് കാണുന്ന ആ ഒരു ക്യാരക്ടറിനെയാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര ടോള് വന്നു, എത്ര ഡോർഫ് വന്നു, അതാണ് ഫിനോട്ടിപ്പിക് റേഷ്യോ. അപ്പോൾ 3 ടോളാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ, ഇത് ടോളാണ്. ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാലും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 വന്നു അല്ലേ. അപ്പോൾ 3 ടോൾ ആയിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 3 വന്നു. ദെൻ 3:1 ഒരു ഡോർഫ് പ്ലാന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 3:1 ഉള്ളതാണ് ഈ ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ. ദ നെക്സ്റ്റ് ഇസ് ജീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഈ എഴുതുന്ന ക്യാപിറ്റൽ ടി അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദെൻ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളതിനെ ആ ഒരു അലീലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കുക. ആദ്യം ഒരെണ്ണാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഇവിടെ 1 എഴുതി. ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, ദെൻ ഇവിടെയും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 എഴുതി. അടുത്തത് സ്മോൾ ടി ഒരു എണ്ണാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒറ്റ ഒരു സ്മോൾ ടി എന്നുള്ള കണ്ടീഷൻ 1 വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 1 എഴുതി. അപ്പോൾ ഇതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. ഒരിക്കൽ കൂടി പറയാം, മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3:1 ആണ്. അതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:2:1 ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വെച്ചിട്ട് അതിന്റെ 2 വാരിയൻസ് അല്ലേ, അതായത് ടോളും ഡോർഫും വെച്ചിട്ടുള്ള ക്രോസ് നമ്മൾ ചെയ്തു. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. എക്സാമ്പിൾ നമ്പർ 2. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീഡിന്റെ ഷേപ്പാണ്. ഓക്കെ, അതായത് നമ്മൾ 7 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിൽ, നമുക്ക് പഠിക്കാൻ 7 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ അടുത്ത ക്യാരക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സീഡ് ഷേപ്പ് ആണ്. സീഡ് ഷേപ്പ് ഏതൊക്കെയായിരുന്നു സീഡ് ഷേപ്പിൽ വന്നിരുന്നത് എന്ന് എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതണം? ഇതിന്റെ ഫീനോടൈപ്പ് എഴുതണം. ഫീനോടൈപ്പ്. അപ്പൊ ഇങ്ങനെ എഴുതാം, ഫീനോടൈപ്പ് എന്ന് എഴുതിയിട്ട് ഏതായിരുന്നു ഫീനോടൈപ്പ് വന്നത്? സീഡ് ഷേപ്പിൽ ഫീനോടൈപ്പ് വന്നിട്ടുള്ളത് ഡോമിനന്റ് ആയിട്ട് വന്നത് റൗണ്ട് ആണ് അല്ലേ, റൗണ്ട് സീഡ്, റൗണ്ടും വന്നു. ദെൻ അതിന്റെ റെസസീവ് ആയിട്ടുള്ള ട്രേറ്റ് വന്നത് റിങ്കിൾഡ് ആണ്, റൗണ്ടും റിങ്കിൾഡും. ഓക്കെ, അപ്പൊ ഫീനോടൈപ്പ് എഴുതി. ഇനി നമുക്ക് ഇതിന്റെ ജീനോടൈപ്പ് എഴുതണം. ഇതിന്റെ ജീനോടൈപ്പ് ആണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. ജീനോടൈപ്പ് നമുക്ക് നോക്കാം. റൗണ്ടിന്റെ ജീനോടൈപ്പ് എങ്ങനെ വരും? ക്യാപിറ്റൽ ആർ. ഇത് ഹോമോസൈഗസ് ആണ്. മോണോഹൈബ്രിഡ് ക്രോസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്പെസിമെൻ എന്ന് പറയുന്നത് ഗാർഡൻ പീ പ്ലാന്റ് ആണ് അല്ലെ. അത് പ്യുവർ ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ ഓർക്കേണ്ടത്? ഹോമോസൈഗസ് എന്നുള്ള കണ്ടീഷനാണ്. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ആയിരിക്കും അല്ലെ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ വന്നാൽ ഇവിടെയും ആർ ആയിരിക്കും. സ്മോൾ ആർ എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി അതേ പറഞ്ഞതാണ്. ഗാർഡൻ പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ ലൈൻ ആയിട്ടുള്ള കണ്ടീഷനാണ്, അതായത് ഹോമോസൈഗസ് കണ്ടീഷനാണ്. സോ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. റൗണ്ടിനെ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സീഡ് ഷേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ് എന്ന് പറയുന്നത് റൗണ്ട് ആണ്. ഡോമിനന്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് എഴുതിയത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാനുള്ള കാരണം ഹോമോസൈഗസ് ആയതുകൊണ്ടാണ്. ഇവിടെ സ്മോൾ ആർ എന്ന് എഴുതി കഴിഞ്ഞാലും റൗണ്ട് തന്നെയാണ്, പക്ഷെ അത് അങ്ങനെ എഴുതില്ല, കാരണം ഇത്
ഹോമോസൈഗസ് ആണ്, ഹെട്രോസൈഗസ് അല്ല. ദെൻ ഇവിടെ റിങ്കിൾഡ് എന്നുള്ള കണ്ടീഷന് നമ്മളപ്പോൾ റിങ്കിൾഡ് എന്നുള്ളത് റെസസീവ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ വേറെ ലെറ്റേഴ്സ് ഒന്നും അല്ല ഉപയോഗിക്കുക, ഇവിടെ ഉപയോഗിച്ച ലെറ്ററിന്റെ അതേ ലെറ്ററിന്റെ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ റിങ്കിൾഡ് എന്നുള്ളടുത്ത് സ്മോൾ ആർ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ജീനോടൈപ്പ് എഴുതേണ്ടത്. ഓക്കെ, ജീനോടൈപ്പ് എങ്ങനെയാ വന്ന് നോക്കാം. റൗണ്ടിന് ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം, റിങ്കിൾഡിന് സ്മോൾ ആർ എന്ന് എഴുതാം. ദെൻ അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഏതായിരുന്നു? കഴിഞ്ഞ സ്റ്റെപ്പ് ഓർക്കുക. അടുത്തതായിട്ട് എഴുതേണ്ടത് ഗാമീറ്റ്സ് ആണ്. ഗാമീറ്റ്സ്. ഇനി ഇതിന്റെ ഗാമീറ്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ ആർ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ഗാമീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ആർ എന്നാണ്, ക്യാപിറ്റൽ ആർ. ഗാമീറ്റ് എഴുതുമ്പോൾ റൗണ്ട് ഇട്ടിട്ട് എഴുതണം എപ്പോഴും. ദെൻ ഇവിടെ റിങ്കിൾഡിൻ്റെത് എഴുതേണ്ടത് സ്മോൾ ആർ അല്ലേ. ഇനി F1 ജനറേഷനിൽ നമ്മൾ എന്താ ചെയ്തത്? F1 ജനറേഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്കറിയാം, നേരത്തെ നമ്മൾ ചെയ്തു. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇങ്ങനെ ക്രോസ് ചെയ്യാണ് അല്ലേ. ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കിട്ടി. ഇത് ഏതാണ് കണ്ടീഷൻ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റൗണ്ട് ആണ്. റൗണ്ട് ആയിട്ടുള്ള സീഡാണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള സീഡാണ്. അടുത്ത സ്റ്റെപ്പ് ഏതായിരുന്നു? സെൽഫ് ക്രോസിംഗ് ആണ് അല്ലെ. സെൽഫ് ക്രോസിംഗ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സെൽഫ് ക്രോസിംഗ് ചെയ്യാണ്. സെൽഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? F1 ജനറേഷനെ അതിനോട് തന്നെ ക്രോസ് ചെയ്യാണ്. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അതിനെ നമ്മൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനോട് തന്നെ ക്രോസ് ചെയ്യാണ്. അതിനാണ് സെൽഫിംഗ് അഥവാ സെൽഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ ഗാമീറ്റ് എടുത്തെഴുതാം. അപ്പോൾ ഇങ്ങനെ വരും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വരും. ദെൻ ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വരും. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ക്രോസ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാ ക്രോസ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ക്യാപിറ്റൽ ആറിനെ ഇതിനോട് ക്രോസ് ചെയ്യും. ഈ ക്യാപിറ്റൽ ആറിനോട് ക്രോസ് ചെയ്താൽ ആർ എന്ന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റൽ ആറിനെ നമ്മൾ ഈ സ്മോൾ ആറുമായിട്ട് ക്രോസ് ചെയ്താൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടും. ദെൻ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആറുമായിട്ട് ക്രോസ് ചെയ്താൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടും. ഈ ഒരു സ്മോൾ ആറിനെ ഈ സ്മോൾ ആറുമായിട്ട് ക്രോസ് ചെയ്യും. ദെൻ സ്മോൾ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളതാണ് പ്രോജനി അല്ലെങ്കിൽ ഹൈബ്രിഡ്. ഇത് F1 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള F2 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള പ്രോജനിയാണ്. F2 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള പ്രോജനിയാണ്. ഓക്കെ, ഇവിടെ ക്യാരക്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള അതേപോലെ തന്നെയാണ് ഈ ക്രോസും ചെയ്യുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. നമ്മുടെ ആ 7 ക്യാരക്ടർ ഇല്ലേ, നമുക്ക് ആദ്യം ആ ഒരു ടേബിളാർ കോളത്തിൽ 7 ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അത് വെച്ചിട്ടൊക്കെ നിങ്ങളോട് മോണോ ഹൈബ്രിഡ് ക്രോസ് എഴുതാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ 2 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് സെയിം കാര്യം തന്നെ. അതിന്റെ ഡോമിനന്റും റെസസീവും ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ F2 ജനറേഷനിൽ വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ആർ വന്നു, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, സ്മോൾ ആർ വന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? ഇവിടെ റൗണ്ട് ആയിട്ടുള്ളത് എത്ര എണ്ണം വന്നു നോക്കുക. റൗണ്ട് ആയിട്ടുള്ളത് എത്ര എണ്ണം വന്നിട്ടുള്ളത്? 3 എണ്ണം റൗണ്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ 3 എണ്ണം റൗണ്ട് വന്നു. ദെൻ ഒരെണ്ണമാണ് ഇവിടെ റിങ്കിൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 3:1 എന്നുള്ള റേഷ്യോ വന്നു. ഇതാണ് എന്ത്? ഫിനോട്ടിപ്പിക് റേഷ്യോ ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ ഇനി ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കാം. ഓക്കെ, ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആർ എത്ര എണ്ണം വന്നു നോക്കുക. ആർ എത്ര എണ്ണം വന്ന്? ഒരെണ്ണം വന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 2 എണ്ണം വന്നിട്ടുണ്ട്, 2. ദെൻ സ്മോൾ ആർ എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഒരെണ്ണമാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 1:2:1 എന്നുള്ളതാണ് ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. ജീനോട്ടിപ്പിക് റേഷ്യോ ആയിട്ട് 1:2:1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. ക്യാരക്ടർ തരും, എന്നിട്ട് നിങ്ങളോട് അത് ക്രോസ് ചെയ്യാൻ, മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാനും അതിനുശേഷം അതിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ അതുപോലെ തന്നെ ജീനോട്ടിപ്പിക് റേഷ്യോ എഴുതാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ 2 എക്സാമ്പിൾസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഗ്രിഗർ മെന്റൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് 7 ക്യാരക്ടേഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്. അതിൽ 2 ക്യാരക്ടേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു.
അല്ലേ? അതായത് മോണോഹൈബ്രിഡ് ക്രോസ് സ്റ്റെം ഹൈറ്റ് വെച്ചിട്ടും നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ സീഡ് ഷേപ്പ് വെച്ചിട്ടും ചെയ്തു. ഇനിയും ഉണ്ട് ബാക്കി ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇതേ പ്രോസസ്സ് തന്നെയാണ് അവിടെയും വരുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആ ക്യാരക്ടറിൽ മാത്രം ഒരു ചേഞ്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് ക്രോസ് ചെയ്ത് പഠിക്കുക. അതായത് അതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും എഴുതാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. കാരണം ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ക്രോസ്, മോണോഹൈബ്രിഡ് ക്രോസ് എഴുതി ഫിനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായ രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you all for watching this video.